ഇന്നൊരു അടിപൊളി ഫ്രൂട്ട്സ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിനകത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാരയും കുറച്ച് സ്പൈസസും കൂടെ കൂട്ടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 3 തവണ അരിച്ച് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിനെ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാം. ഒരു 125 ഗ്രാം ബട്ടർ എടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ആ ഒരു ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഷുഗറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മിക്സിനകത്തേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എഗ്ഗ് ചേർക്കണം. അപ്പോൾ ഓരോ എഗ്ഗും ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് വയ്ക്കുന്നത്. അങ്ങനെ 5 എഗ്ഗാണ് ചേർത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. 3 തവണ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ മൈദയുടെ കോട്ടിങ് ചേർത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി കേക്കിൻ്റെ മോൾഡിലേക്ക്, ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിനകത്തും ആക്കുന്നത്, അതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും നമുക്ക് ഇഷ്ടമുള്ള റേസൻസോ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തെടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡിയാണ് കേട്ടോ.